ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മുട്ടയും പഴമൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് പോളകളൊക്കെ ഉണ്ടാക്കി കഴിക്കണം തോന്നുകയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഭയങ്കര സിമ്പിളുമാണെന്ന് ഭയങ്കര പവർഫുൾ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പോളയ്ക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തടിയുള്ള സൈസ് ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത്. പിന്നെ എടുക്കുമ്പോൾ പഴുത്ത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ, കാരണം പഴുപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പഴത്തിൻ്റെ പച്ച ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ പോള ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം പഴുത്തത് നോക്കിയിട്ട് എടുക്കാം. അങ്ങനെ ഇതപ്പായ ഞാൻ തൊലിയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 4 മുട്ടയാണ് കേട്ടോ ഈ ഒരു പോള ഉണ്ടാക്കുന്ന 4 മുട്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇത് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. അപ്പം ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് എടുക്കുന്നത്. പിന്നെ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടുക കുറക്കുക എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യും. ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് അളവിന് കേട്ടോ മധുരം. പിന്നെ ഇതിലേക്ക് നമുക്ക് ബ്രെഡ് സ്ലൈസസ് വേണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊരു വലുപ്പമുള്ള സൈസ് ബ്രെഡ് ആയതുകൊണ്ട് 3 സ്ലൈസാണ് ആയിട്ട് എടുത്തത്. അഥവാ നല്ല ചെറിയ സ്ലൈസ് ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 എണ്ണം വരെ എടുക്കണം. അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യാതെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അങ്ങ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് പാല് ഈ ഒരു കപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മൊത്തത്തിൽ ഒഴിക്കുന്നില്ല കേട്ടോ. ആദ്യം തന്നെ 1/2 കപ്പ് ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കി അടിച്ചെടുത്ത ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇത് നല്ല ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പോളയുടെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പോൾ റെഡിയാക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെ ഇതാ ഈ ഒരു രീതിയിൽ ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടിലോട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ പാല് ഞാൻ പിന്നെ ഒഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് 1/2 കപ്പ് പാലാണ് ഈ ഒരു മിക്സിന് ആവശ്യമായിട്ടുള്ളത്. കാരണം നമ്മുടെ മുട്ടയുടെ ആ ഒരു വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മുട്ടയുടെ സൈസൊക്കെ മാറുന്നതിനനുസരിച്ച് പാലിൻ്റെ അളവ് മാറും. ചിലവർക്ക് 3/4 കപ്പ് വരെ വേണ്ടി വരും കേട്ടോ. എനിക്കിപ്പോൾ കറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഞാനിനി പോള റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ അങ്ങനെ മാത്രം മതി. നെയ്യ് ചൂടായ സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഒട്ടും തന്നെ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ ഒന്നുകൂടി കളർഫുള്ളാവും, ടേസ്റ്റ് ആയിരിക്കും മാത്രം. അപ്പോൾ ഇതാ നല്ലപോലെ ഈ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ രണ്ടും കോരി മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ പോളയുടെ മിക്സ് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടിയിൽ ഞാനൊരു പഴയ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു പഴയ പാന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ആദ്യം തന്നെ ആ ഒരു അടിയിലെ പാനൊക്കെ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 20 to 25 മിനിറ്റ്. പിന്നെ ഓരോ ഫ്ലെയിമിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരും കേട്ടോ. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ അടച്ച് വെക്കുമ്പോൾ ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് ഹോളുള്ള അടപ്പ് എന്നുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നന്നായിട്ട് റെഡി ആക്കി ഇട്ടിട്ടെ. അപ്പോൾ ഏകദേശം എന്താ പറയുക മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം ഇതാ ഞാൻ അടപ്പ് തുറന്നിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയില്ലേ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകൾ ഭാഗം ഒന്ന് ഉറച്ചതിന് ശേഷം മാത്രമാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ സെറ്റ് ആയിക്കോളും. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് അടിയിലേക്ക് മൊത്തത്തിലങ്ങ് പോയി പോകും. അപ്പോൾ മുകളിൽ അത് കാണാൻ വേണമല്ലോ, അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അങ്ങനെ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുന്നത്. മൊത്തത്തിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ഇത് ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല പൊങ്ങി വീർത്ത് പാന് നിറയായി വന്നിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കത്തിയോ സ്ക്വയറോ വെച്ചിട്ട് മിഡിലൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം ഒന്ന് മുരിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ കുക്ക് ചെയ്യട്ടെ. ഞാനിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നല്ലപോലെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പോള മൊത്തത്തിൽ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല നേരത്തെ പൊങ്ങി വന്ന സാധനമാണല്ലോ, ഇപ്പം നന്നായിട്ട് താഴ്ന്നു പോയി. അങ്ങനെ ആയിരിക്കും കേട്ടോ ഈ ഒരു പോള ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടില്ല വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പോള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്നേവരെ ഇങ്ങനെ ഒരു ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ട് കേട്ടോ ഈ ഒരു പോളയ്ക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്